ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേട്രിയറ്റ് തിയേറ്ററിലെത്തിയിട്ട് രണ്ടാമത്തെ ബുധനാഴ്ച കൂടിയ 13 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മെയ് 1 തിയേറ്ററിലെത്തിയിരുന്നത്. ചിത്രം 12-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 48 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 28,37 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും 75 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ദൃഢം. ചിത്രം ആദ്യ ബുധനാഴ്ച കൂടിയ 6-ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 36,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 5 ദിവസം കൊണ്ട് ഈ സിനിമ 3,03 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 4-4.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മെയ് 8 തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് റിവോൾവർ റിംഗോ. കിരൺ നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ലാലു അലക്സ്, സാജു നവോദയ, സഞ്ജു ശിവറാം, അഞ്ജലി പി നായർ, നിരഞ്ജൻ, വിജിലേഷ് കരയാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 2,10,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 21 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഷറഫുദ്ദീൻ നായകനായി വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് മധുവിധു. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 11,20,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 5,09 ലക്ഷം രൂപയാണ് 20 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഈ സിനിമ 6,30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 11,60 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചാപ്റ്ററായ ഈ സിനിമ മോഹൻലാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് തിയേറ്ററിലെത്തുന്നത്. ലോകമെമ്പാടുമായി അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമ ഇനി തിയേറ്ററിലെത്താൻ 8 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ കേരള പ്രീസെയിൽ 3.5 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിൽ 10 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് നാളെ മെയ് 14 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് അതിരടി. ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, സെറിൻ ഷഹാബ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സരിഗമ യൂട്യൂബ് ചാനൽ വഴി പുറത്തു വന്ന ഈ ട്രെയിലർ നിലവിൽ 14 മണിക്കൂർ പിന്നിടുമ്പോൾ 8 ലക്ഷത്തോളം പേരാണ് കണ്ടിട്ടുള്ളത്. സിനിമയുടെ OTT റൈറ്റ്സും ബിസിനസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോണി ലീവ് OTT പ്ലാറ്റ്ഫോമാണ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 1,55,00,000 മുകളിലും വേൾഡ് വൈഡ് പ്രീസെയിൽ 3 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ മെയ് 14 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ തൃഷ, നാട്ടി സുബ്രഹ്മണ്യം, RJ ബാലാജി, ഇന്ദ്രൻസ് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് 55 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തെലുങ്ക് പതിപ്പിന്റെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രീസെയിൽ 1.5 കോടിയും മറികടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 4 കോടിക്ക് മുകളിൽ പ്രീസെയിൽ മറികടന്ന ഈ സിനിമ വേൾഡ് വൈഡ് പ്രീസെയിൽ 8.5 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.